അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ അതൊക്കെയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന്. 10 വർഷങ്ങൾക്ക് ശേഷം ജമ്മു കാശ്മീർ പോളിംഗ് ബൂത്തിൽ ജമ്മു കാശ്മീർ നിയമസഭയുടെ 1ാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ നല്ല മികച്ച പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. രാവിലെ 11 മണി വരെയുള്ള കണക്ക് നോക്കിയാൽ 26.72% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമാധാനപരമാണ്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 അംഗ നിയമസഭയിലേക്ക് വാശിയേറിയ മത്സരമാണ് ഇത്തവണ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 24 സീറ്റുകളിൽ 8 ജമ്മു മേഖലയിലെ 3 ജില്ലകളിലും 16 കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലുമാണ്. തീവ്രവാദ ബാധിത പ്രദേശമായ ധോഡയിലും ചിനാബ് താഴ്വരയിലെ കിഷ്ത്വറിലും ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെടുപ്പ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 3276 പോളിംഗ് സ്റ്റേഷനുകളിലും സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. മെഹബൂബ മുഫ്തിയുടെ മകൻ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ, നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു, PDP അംഗം സർതാജ് മഅദനി, അബ്ദുൾ റഹ്മാൻ വീരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ജമ്മുകാശ്മീരിലെ ജനങ്ങൾ സമ്മതിദാനാവകാശം ശക്തമായി വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ആഹ്വാനം ചെയ്തു. 24 ഡൽഹി. റോഷ്നി ഇവിടെ പറയുകയാണ്, ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രവൃത്തി എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഹിമാ കോഹ്ലി പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് ശരിയാവണ്ണം മുൻ ജഡ്ജി ഹിമാ കോഹ്ലി ബാറാൻ ബെഞ്ച് എന്ന് പറയുന്ന പ്രമുഖ ലോ ജേണലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നതും. തൃശ്ശൂരിൽ പുലിപ്പൂരം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂർ നഗരത്തിൽ അല്പസമയത്തിനകം പുലികൾ ഇറങ്ങും. പുലിമടകളിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 7 ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങളിലെ 300-ലേറെ പുലികൾ തൃശൂർ പട്ടണം കൈയടക്കും. സൂരജ് സജി, S. ശ്രീകാന്ത്, നിഖിൽ പ്രമേഷ്, ഷഹദ് റഹ്മാൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, നട്ടുച്ചയ്ക്ക് നല്ല കൊടും ചൂടായിരിക്കും, പക്ഷേ ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ, ആവേശം ഒന്നും പോവാതെ പുലികൾ പക്കാവുകയല്ലേ, സെറ്റാവുകയല്ലേ? അശ്മി, അത് തന്നെയാണ് വലിയ ആവേശം. ഈ ചൂടൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് പുലികൾ പറയുന്നത്. കാരണം ഈ 2 കമ്പിൽ ഈ ചായം പൂശിയതിനു ശേഷം ഇതും പിടിച്ച് മണിക്കൂറുകളായുള്ള നിൽപ്പാണ്. നമ്മളെ ഈ നിൽപ്പൊന്നും മടുപ്പിക്കുന്നില്ല. ഇല്ല, ഫുൾ ആവേശത്തിലാണ്. 7 മണി തൊട്ട് തുടങ്ങിയതാ ഈ ഇപ്പെടുത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. വെയിലൊന്നും നമുക്ക് പ്രശ്നം, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ആവേശം. പുലി ഇറങ്ങാൻ പോലെ തൃശ്ശൂര്, അതിന്റെ ആവേശം ഇങ്ങനെയാണ്. കാശ്മീർ 3 മണിയോടുകൂടി തന്നെ ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള ഈ പുലികളുടെ യാത്ര തുടങ്ങും. അത് ഈ മടക്ക് പുറത്തിറങ്ങിയതിനു ശേഷം അവരുടെ തട്ടകത്തിൽ ആദ്യം ഒരു തട്ടകത്തിൽ കളിയുണ്ട്. അതിൽ ഈ പുലിത്താളമുണ്ട്. പുലിത്താളത്തിനൊപ്പിച്ച് ചുവട് വെക്കണം, അരമണി കിലിക്കണം. പണ്ടൊന്നും ഈ ഇല്ലാത്ത രീതിക്ക് ഇപ്പോൾ ഈ കുടവയറ് കൂടി കുലുക്കി വേണം ഈ പുലികൾ എത്താൻ. ഇവിടെ ഒരു കുട്ടിപ്പുലി ഉണ്ട്. ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത് ഈ കുട്ടിപ്പുലിക്ക് ഈ വരയ്ക്കുന്നത്, അതായത് ചായം പുരട്ടുന്നത് അമ്മ തന്നെയാണ്. അല്ലെ? മോന്റെ പേരെന്താ? എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിയത് എപ്പോഴാ? ഇതാണ് അമ്മ. അമ്മയുടെ പേരെന്താ? രോഹിണി. മകനാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത്? മകനാണ് ആവശ്യപ്പെട്ടത്. നോക്കാന്ന് വിചാരിച്ചു. മകനാകുമ്പോ ടെൻഷനിലാണ്, നമുക്ക് ചെയ്യാലോ. വരയ്ക്കാറുണ്ടോ ഇങ്ങനെ? വരയ്ക്കാറുണ്ട്. ദേഹത്ത് പുലിക്കളിക്കുള്ളത് ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത്. വരച്ചു നോക്കുന്നത് ആദ്യമായിട്ടാണ്. അത് മകനിൽ പരീക്ഷിച്ചു. സത്യം. പരീക്ഷണം വിജയമാണ്. ചെയ്യാലോ. പരീക്ഷണം വിജയമാണ്. പരീക്ഷണം വിജയാണെന്ന് തോന്നുന്നു. സ്വരാജ് റൗണ്ടിൽ എന്തായാലും അല്പസമയത്തിനകം വൈകുന്നേരത്തോടു കൂടി കുട്ടിപ്പുലി ഇറങ്ങും. വലിയ ആകർഷണമാണ്. കാരണം ഇവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും കൗതുകമാണ്. കാരണം മകൻ പുലിയായി എത്തുന്നു. ആ മകന് ചായം പൂശുന്നതാട്ടെ, ചായം പുരട്ടുന്നതാട്ടെ അമ്മയാണ്. അങ്ങനെ ഒട്ടേറെ കൗതുകങ്ങളും സസ്പെൻസുകളും നിലനിൽക്കുന്നുണ്ട്. എല്ലാ പുലിമടകളിലും ആവേശമാണ്. നമ്മളിപ്പോൾ വിയ്യൂരിന്റെ 2 ദേശങ്ങളിൽ പോയി. ആ 2 സ്ഥലത്തും ഒന്നുക്കൊന്ന്, അതായത് ആരാണ് മെച്ചം എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ആവേശം. അത്തരത്തിൽ പുലികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പുലിമടകൾ അങ്ങനെ സജീവമാണ്. അല്പസമയത്തിനകം ഈ പുലിമടകളിൽ നിന്ന് പുലികൾ പുറത്തേക്ക് ചാടും. കാശ്മീർ. സൂരജ് സജിയാണ് വിയ്യൂർ ദേശത്തിന്റെ പുലികളെ പറ്റി പറഞ്ഞത്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പാട്ടുപുരക്കൽ ദേശത്തിന്റെ സസ്പെൻസ് എന്താണ്? അവിടെ പുലികളുടെ ഒരുക്കം എങ്ങനെയാണ്? ആ മട എങ്ങനെയാണ് ശ്രീകാന്ത്?
ഹഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാട്ടുപുറയ്ക്കൽ ദേശത്തിന്റെ പുലിമടയിലാണ് ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർക്ക് അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടി ഇവിടെ കൂട്ടി വച്ചിരിക്കുന്ന അവരുടെ മുഖാവരണമുണ്ട്, അവരുടെ ചിലങ്കയുണ്ട്, പ്രത്യേക തരത്തിൽ നിർമ്മിച്ച ഷൂ ഉണ്ട്, അരപ്പട്ടയുണ്ട്. അങ്ങനെ ഈ പുലികൾക്ക് അണിഞ്ഞൊരുങ്ങി തേക്കിൻകാട് ഇളക്കി പുറത്തേക്ക് ഈ സ്വരാജ് റൗണ്ട് ചുറ്റി ആവേശം കൊഴുപ്പിക്കാൻ വേണ്ടി അവർക്ക് വൈകിട്ട് 3 മണിക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഓരോ വസ്തുക്കളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അതിൽ അരപ്പട്ട കാണാൻ സാധിക്കും, മുഖാവരണം കാണാൻ സാധിക്കും, ചിലങ്ക കാണാൻ സാധിക്കും, പ്രത്യേക തരത്തിലുള്ള ചെരുപ്പുകൾ കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 5 മണിക്ക് ഇവർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങിയതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ പുലികൾ ഓരോരുത്തരായി ഒരുങ്ങി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. കാരണം ഹഷ്മി, ഒരു കാര്യമുള്ളത്, ഇത് രാവിലെ തന്നെ പെയിന്റ് അടിച്ചാൽ ഈ 2 കമ്പുകൾ 2 കൈയിലായി ഇങ്ങനെ പിടിച്ചു വേണം നിൽക്കാൻ. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, ഇത് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടി ആ ഒരേ നിൽപ്പാണ്. അത് തന്നെ വലിയ കഷ്ടപ്പാടാണ്. ഒരു കരുത്തന്മാരായ പുലികൾ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഇത് എവിടുന്നാ വരുന്നേ? ഞാൻ മുണ്ടൂരിന്ന്. എത്ര കൊല്ലമായിട്ട് പുലിവേഷം കിട്ടും? രണ്ടാമത്തെ കൊല്ലമാണ്. ഇപ്പോ ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെട്ടു, മറ്റൊരു പുലി ഇതാ വയറ്റില് പുലിയുടെ മുഖം വരയം പുലിയാണെന്നാണ് പറയുന്നത്. എവിടുന്നാ വരയം പുലി എവിടുന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂര് കല്ലൂർ എന്ന് പറയും. പേരെന്താ? റിജോ എന്ന് പറയും. എത്ര കൊല്ലമായിട്ടോ ഇത് കേട്ടുന്നുണ്ട്? ഞാൻ 2 വർഷമായിട്ടുള്ള, പക്ഷെ കളി ഞാൻ കുറെ കളിക്കുന്നു. ഇപ്പൊ 10-16ാമത്തെ കളി കളിക്കുന്നു. ചേച്ചി, ഇത് നേരത്തെ നമ്മൾ കണ്ടതാ. ഇത് എത്ര ഈ തുടക്കം ആദ്യമായി തന്നെയാണ് ചെയ്യുന്നത്? അതെ അതെ. ആദ്യം എത്രാമത്തെ പുലിയായി ഒരുക്കുന്നത് ഇന്നത്തെ ദിവസം? ഞാന് ആദ്യം ഒരു പുലിനെ വരച്ചത്, 2ാമത്തെ കൈ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ 2 ചെറിയ കുട്ടിയും ചെയ്തു. ഭയങ്കര ആവേശമാണല്ലേ ഇത് ഒരുക്കി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്? അതെ, ഭയങ്കര സന്തോഷം. ആശാനെ, ഈ എന്തൊക്കെയാ ഈ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ? നേരത്തെ നമ്മുടെ യൂട്യൂബിലടക്കം ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ഇത് പെയിന്റ് ആണോ, ഇത് എന്താ ഈ വാരി പൊത്തുന്നതെന്നാ ചോദിച്ചത്. എന്താ സംഗതി ഇത്? ഇത് ശരിക്കും പറഞ്ഞ ഇനാമൽ പെയിന്റ് ഉണ്ട്, പിന്നെ വാർണിഷ് ഉണ്ട്, പിന്നെ ഓക്സൈഡ് ഉണ്ട്. ഇത് ശരിക്കും ഒരുക്കിയെടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും വളരെ സാഹസികമായ നിലയിൽ വളരെ നേരത്തെ തന്നെ ഒരുക്കുന്ന ഒരു മീഡിയ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തിയേറ്റർ പേഴ്സണാണ്, മാത്രമല്ല ചിത്രം എക്സിബിഷനൊക്കെ നടത്തുന്ന ഒരാളാണ്. ഞങ്ങൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം വളരെ ട്രഡീഷണൽ സ്വഭാവത്തോടു കൂടി ഉണ്ടാക്കുന്ന, അന്ന് ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു വരയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു പുലി, ഇതെല്ലാം കൂടെ ഇളക്കി തീരാൻ വീട്ടിൽ ചെന്നാ കേറ്റു? ഇനി കുഴപ്പമില്ല. അല്ല, ഈ പെയിന്റ് എല്ലാം കൂടെ ദേഹത്ത് വാരി പൂശിയതിനു ശേഷം വീട്ടിൽ ചെന്ന ആളെ പോലും തിരിച്ചറിയത്തില്ല. കുഴപ്പമില്ല. എങ്ങനെ ഇളക്കുന്നത്? എങ്ങനെ ഇളക്കാനൊക്കെ ആൾക്കാരുടെ കൂടെ കുഴപ്പമില്ല. മണ്ണെണ്ണ തന്നെയാണ് ഇതിനുള്ള ഔഷധം. നാടിന്റെ സംസ്കാരല്ല, അടിച്ചു പൊളിക്കും. നമുക്ക് ഒരു ആർപ്പോ അടിച്ച് അപ്പോ പുലി ഇങ്ങനെ മടയിൽ, ഈ പട്ടുപുറയ്ക്കലെ പുലിമടയിലാണ് നമ്മളുള്ളത്. ഹഷ്മി, അണിഞ്ഞൊരുങ്ങുകയാണ്. പച്ച നിറത്തിലുള്ള പുലികളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട പുലികളൊക്കെ തന്നെയാണ്. അവരിങ്ങനെ 3 മണിയാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള ആഘോഷം എന്ന രീതിയിലാണ് ഈ പുലിക്കളിയെ കാണുന്നത്. സ്വരാജ് റൗണ്ടിനെ പുലികൾ കീഴടക്കാൻ തേക്കിൻകാട് ഇളക്കി പുലികൾ സ്വരാജ് റൗണ്ട് ചുറ്റി വരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുലികൾ ഓരോരുത്തരായി തയ്യാറായി കഴിഞ്ഞു. അവസാനവട്ട മിനുക്ക് പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ആ പുലിമടലാണ് പുലികൾ, പച്ചപ്പുലി, ചെമ്പുലി, വരയംപുലി, പുള്ളിപ്പുലി, കുട്ടിപ്പുലി, അങ്ങനെ പലതരം പുലികൾ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സീതാറാമിൽ നിൽക്കുന്നത് ഷഹദ് റഹ്മാൻ. ഷഹദ്, ഏറ്റവും കൂടുതൽ പുലിക്കൂട്ടമുള്ള ദേശങ്ങളിലൊന്നാണ് സീതാറാം. എനിക്ക് തോന്നുന്നു 50-ലധികം ഉണ്ട്, 51 52 എന്തോ ഉണ്ട് പുലികൾ. സീതാറാമിന്റെ സസ്പെൻസ് പുലികൾ ഏതൊക്കെയാണ്? ഇത്രയും നേരം ഹാഷ്മി ഞാൻ ഉണ്ടായിരുന്നത് സീതാറാമിലായിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ചുവട് മാറ്റി. ഇപ്പൊ ഞാനുള്ളത് ചക്കമുക്ക് ടീമിനൊപ്പമാണ്. ഇവര് 13 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്തേക്ക് ഇറങ്ങണം. അപ്പൊ അതിന്റെ ആവേശം നമുക്ക് ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കി. അപ്പൊ നമുക്കൊന്ന് ആർപ്പോ വിളിച്ചാലോ? ഇതില് ചെറിയ പുലി മുതൽ വലിയ പുലികൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെറിയ പുലിയുടെ വന്നേ പേരെന്താ? ഋഷികേശ്. ആദ്യമായിട്ടല്ല ഇറങ്ങുന്നത്? എന്താ ഇറങ്ങാനുള്ള കാരണം? അച്ഛന്റെ കൂടെ കളിക്കണം. അതിലാരാ? അച്ഛനാരോ? അച്ഛനാ? അതാണ്. അപ്പൊ അച്ഛനാണോ മോനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്?
വർഷങ്ങളായിട്ട് ഇറങ്ങണം. Okay, അപ്പൊ നമുക്ക് ഇങ്ങനെ പോരാ, പുലികളുടെ ഒരു ആവേശം വേണം. അപ്പൊ എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരണം. അപ്പൊ നമുക്കൊന്ന് പുലിക്കളി കളിച്ചാലോ? എങ്ങനെ കളിക്കാം? റെഡി? അപ്പൊ ആവേശം വരണേ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ആവേശം വരട്ടെ. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇത് ഇനി കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഇതിന്റെ ഒരു ഓളം അതുപോലെ തന്നെ താളം ഒക്കെ കാണണമെങ്കിൽ ഒരു ഫാമിലി തന്നെ ഉണ്ട് മൊത്തം. അതായത് മാമുണ്ട് അവിടെ, ഏതോ മാമൻ നിക്കണ്. എന്റെ മാമൻ കൂട്ടുകുടുംബമായിട്ട് ഇറങ്ങിയതാണോ? മാമന്റെ മോണ്ട്, അളിയുണ്ട്, എല്ലാരും ഫ്രണ്ടിലേക്ക് വന്ന്. ആ, മോണ്ട്, അനിയന്റെ മോനുണ്ട്. ഞങ്ങളൊരു ഫാമിലി മൊത്തം ഫാമിലി. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് ഒരൊറ്റ പാട്ടും കൂടി പാടിയിട്ട് അവസാനിപ്പിച്ചാലോ? പുലികളുടെ ഒരു പാട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓടിത്തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ടാറിട്ട റോഡാണ്, റോഡിന്റെ അരികാണ്, വീടിനടയാളം ചീമക്കൊന്ന. പച്ചരിച്ചോറുണ്ട്, പച്ച മീൻചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളോട്ടോ. അപ്പം ഈ ആവേശം ഇനി കുറെ കൂടി വർദ്ധിക്കും, ഇതിനേക്കാൾ അപ്പുറമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇനി അതിന് നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കാണ്. ആർപ്പോ അപ്പോൾ ഷാദർ റഹ്മാൻ പറയുന്ന ഇവിടെ ഷഫീർ മണ്ണാർക്കാടും വൈബേ ആർപ്പോ ഇറോ എന്ന് പറയുന്നുണ്ട്. തോമസ് ജോർജ് പറയുന്നു കൂവ മഞ്ഞൾ മിശ്രിതമാണ് കൂടുതലെന്ന് പറയുന്നു. പുലി മാന്തം സൂക്ഷിച്ചോ സൂരജ് എന്ന് കുഞ്ഞു മുഹമ്മദ് പറയുന്നു. ഇല്ല, ഇത് മാന്താത്ത പാവം സ്നേഹപ്പുലികളാണ്. അപ്പോൾ എന്തായാലും അവിടെ സമ്പൂർണ്ണ വൈബിലേക്ക് പൂർണ്ണമായ അതിൻ്റെ പുലിയുടെ ആവശ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ ഷഹദ് റഹ്മാൻ, എസ് ശ്രീകാന്ത്, സൂരജൊക്കെ പുലിവേഷം ധരിച്ചില്ല എന്നുള്ളൂ. ഏതാണ്ട് അതിൻ്റെ മൊത്തത്തിൽ വൈബിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് 3 പുലികളായി അവിടെ നിൽക്കട്ടെ. ഈ വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പുലിയെ കളത്തിലിറക്കുന്നത് ശങ്കരൻകുളങ്ങര ദേശമാണ്. 4 വയസ്സുകാരൻ രുദ്രപ്രയാഗിനെ രംഗത്തിറക്കി 14 വർഷത്തെ ഇടവേള നികത്താനാണ് ദേശത്തിന്റെ തീരുമാനം. കുട്ടിപ്പുലിയെ പരിചയപ്പെടുത്തുകയാണ് നിഖിൽ പ്രമേഷ്. ഇത്തവണ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു 4 വയസ്സുകാരൻ ഈ ദേശംകുളങ്ങര ദേശത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിടുക്കൻ ഇതാണ്. അവൻ്റെ തന്നെ താല്പര്യമായിരുന്നു ഇത്തവണ പുലിക്കളിക്ക് ഒരു പുലിയായി മുന്നിൽ നിന്നുകൊണ്ട് ഇറങ്ങണം എന്നുള്ളത് അവൻ്റെ തന്നെ താല്പര്യമായിരുന്നു. ഇവിടെ രക്ഷിതാക്കളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം അവനോട് തന്നെ സംസാരിക്കാം. എന്താ മോന്റെ പേരെന്താ? ഇവൻ എന്താ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്താ? അവനിവിടെ ഫ്ലെക്സ് ഒക്കെ കണ്ടുല്ലോ, അപ്പൊ ഫ്ലെക്സ് കണ്ടപ്പോഴാണ് അപ്പൊ അവനും പുലി ആവണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛനോട് പറയുണ്ടായി. ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ കണ്ടതാണ് ഫ്ലെക്സ്. അപ്പൊ അങ്ങനെ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ കമ്മിറ്റിക്കാരായിട്ട് ഞങ്ങള് ഇവര് കോണ്ടാക്ട് ചെയ്തപ്പോ അവരങ്ങനെ ആക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നീ പുലിയാവാൻ പോവാണോ? അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യോ? അതൊക്കെ അറിയോ നിനക്ക്? അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ പുലിയാവുമ്പോഴുള്ള ആ താളാണ്. അപ്പൊ ശരിക്കും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ താളം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ പുലിയാവണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പൊ ഇവരോട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ സംഘാടകരോടൊക്കെ സംസാരിച്ചത് അവർ കുഴപ്പമൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ഞങ്ങൾ പക്ഷേ 2 ദിവസം മുന്നാണ് ഞങ്ങൾ പറഞ്ഞത് അവരോട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഇറക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ട്രൗസറും കാര്യങ്ങളൊക്കെ തയ്ച്ചു എന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അവനെ നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു അവർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വട്ടം ഇറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു 4 വയസ്സുകാരൻ കൂടി ഇത്തവണ ഈ ദേശത്തിനൊപ്പം അവർ 14 വർഷത്തിന് ശേഷമാണ് എത്തുന്നത്. അപ്പോൾ അവരുടെ ഒരു മാറ്റുകൂട്ടാൻ ഈ കുട്ടിപ്പുലി കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രുദ്രപ്രയാഗ് അടക്കമുള്ള കുഞ്ഞിപ്പുലി, അതല്ലാത്ത കുട്ടിപ്പുലികൾ, പ്രായമുള്ള പുലികൾ, പ്രായമില്ലാത്ത പുലികൾ, യുവാക്കളായ പുലികൾ, പച്ചപ്പുലി, മഞ്ഞപ്പുലി, ചെമ്പുലി, വരയംപുലി, പല ടൈപ്പ് പുലികൾ, 350-ലധികം പുലികൾ അവിടെ തൃശ്ശൂർ നഗരം കീഴടക്കാൻ പോവുകയാണ്. വെയിറ്റ് ആൻഡ് സീ. അതിനിടയിൽ തൃശ്ശൂർ പൂരം കലക്കിയെന്ന ചീത്തപ്പേര് തിരുത്താൻ പോലീസ് പുലികളിക്കായി സംഘാടകരെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. സംഘാടകരുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാണ് പുലികളിക്കായുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നത്. തൃശൂർ പൂരം പോലീസ് കലക്കിയെന്ന വിവാദം കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടെ എത്തിയ പുലിക്കളിയുടെ സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധയോടെയാണ് പോലീസ് ഇടപെടൽ. പുലിക്കളി സംഘാടകരായ 20 പേരെ കൂടി ഉൾപ്പെടുത്തി സംയുക്തമായാണ് ഇക്കുറി പോലീസ് സുരക്ഷ ഉറപ്പാക്കുന്നത്.
സംഘാടകരുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് സുരക്ഷയും നിയന്ത്രണങ്ങളും. സംഘാടകരോട് ആലോചിക്കാത്ത നിയന്ത്രണങ്ങൾ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ നൽകിയിരിക്കുന്നത്. 526 പോലീസുകാർ പുലിക്കളിക്ക് സുരക്ഷ ഒരുക്കും. 4 ACP-മാർക്ക് പ്രത്യേക സുരക്ഷാ ചുമതലയും നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് 20 സംഘാടകരെ കൂടി പോലീസ് സുരക്ഷാ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. 24 തൃശൂർ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നടി ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യത്തിലിറങ്ങും. 7.5 വർഷത്തിന് ശേഷമാണ് സുനി ജയിലിന് പുറത്തേക്ക് എത്തുന്നത്. കേസിൽ പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം ആരംഭിക്കാനിരിക്കെ ആണ് ജാമ്യം. 7.5 വർഷത്തിനിടെ ജാമ്യത്തിനായി പൾസർ സുനി കോടതിയെ സമീപിച്ചത് 13 തവണ. കഴിഞ്ഞ ജൂണിൽ തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതോടെ ഹൈക്കോടതി 25,000 രൂപ പിഴ വിധിച്ചു. ജാമ്യഹർജി നൽകി സഹായിക്കാൻ സുനിക്ക് പിന്നിൽ ആരാ ഉണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതി നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ജാമ്യഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി നടത്തിയത്. ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന സർക്കാർ വാദം കോടതി തള്ളി. പൾസർ സുനി 7.5 വർഷമായി ജയിലിൽ കഴിയുകയാണെന്നും വിചാരണ ഇനിയും നീണ്ടാക്കാമെന്നും നിരീക്ഷിച്ചാണ് ജാമ്യം നൽകിയത്. വിചാരണ നീട്ടിക്കൊണ്ടുപോയതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയത് രൂക്ഷ വിമർശനം. 7.5 വർഷമായിട്ടും ഇത് നീണ്ടു പോവുകയാണ്. അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷിയുടെ വിസ്താരം മാത്രമാണ് പൂർത്തിയായത്. പ്രതിഭാഗം സാക്ഷിയുടെ വിസ്താരം ഉടൻ ആരംഭിക്കും. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്ക് വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേന്ദ്ര സഹായം വൈകാനുള്ള കാരണം ചില BJP നേതാക്കളുടെ ഇടപെടലാണ്. പ്രധാനമന്ത്രി പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചതെന്നും PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില BJP നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ BJPയിലെ ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ അള്ളുവെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പൊതുവെ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നത്. അതെന്തെങ്കിലും ഔദാര്യമല്ല, കേരളത്തിന് കിട്ടേണ്ട എന്തെങ്കിലും ഔദാര്യമല്ല, അവകാശമാണ്. KPC നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി K മുരളീധരൻ. പാർട്ടിയിൽ നേതാക്കളുണ്ടെങ്കിലും കൂട്ടായ പ്രവർത്തനങ്ങളില്ല. തൃശ്ശൂരിൽ 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാൻമാർ അറിഞ്ഞില്ല. ജയിക്കുമെന്ന് പറഞ്ഞാണ് തന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷയില്ല. ഒരുമിച്ച് നിൽക്കേണ്ട സമയമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്നും K മുരളീധരൻ തുറന്നടിക്കുകയാണ്. തൃശ്ശൂരിന്റെ കണ്ടില്ല 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാൻമാരാണ്. എന്നിട്ടും പറയാൻ ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണോ എന്നെ കൊണ്ടാവുന്നത്? എന്ന് പ്രവീണൊക്കെ ഇട്ടായിരുന്നു എന്നെ കൊണ്ടാക്കിയ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറയും. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടും. അതാണ് അവിടുത്തെ സ്ഥിതി. ഏതായാലും ചെന്ന് വിട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ പറ്റുന്നതല്ല, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ ജയിക്കണം. മാക്സിമം സീറ്റ് കോഴിക്കോട് UDF ജയിക്കണം കേട്ടോ. കാരണം തൃശ്ശൂരിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയില്ല. പൊതുറാലികളിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്നുകൂടി പറയുന്നു K മുരളീധരൻ. ആളെ കൂട്ടണമെങ്കിൽ രാഹുലും പ്രിയങ്കയും വരേണ്ട ഗതികേടാണ്. തൃശ്ശൂരിലെ കോൺഗ്രസ് നട്ടും ബോൾട്ടുമില്ലാത്ത വണ്ടിയാണെന്നും പരിഹസിക്കുന്നു. മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചത് പാർട്ടി ഒറ്റക്കെട്ടെടുത്ത തീരുമാനമെന്നായിരുന്നു കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാറിന്റെ പ്രതികരണം. K മുരളീധരൻ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ എളുപ്പം നടക്കുന്ന കാര്യമാണോ? അതിന് മാത്രം വലുപ്പം ഞങ്ങൾക്കുണ്ടോ? പിന്നെ ഒരു കളക്റ്റീവ് തീരുമാനമായിരുന്നു പാർട്ടിയുടെ. ആ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതി തോന്നില്ല. പിന്നെ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രഗത്ഭ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയുന്നില്ല. ഒരാളെ ഒരിടത്തേക്ക് മാറ്റുമ്പോൾ പാർട്ടി തോൽക്കാൻ വേണ്ടി മാറ്റില്ലല്ലോ,
ഓരോ സീറ്റും പ്രധാനപ്പെട്ടതല്ലേ. തൃശ്ശൂരിൽ ജയിക്കാൻ കെ മുരളീധരൻ ഏറ്റവും യോഗ്യനാണ് എന്ന ധാരണ പാർട്ടി ഉള്ളത് കൊണ്ടാണ് ആ തീരുമാനം പാർട്ടി എടുത്തത്. അന്ന് ആ തീരുമാനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കായി എന്നെ നിയോഗിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അതിലൊരു ദുരുദ്ദേശവുമില്ല, ഗൂഢാലോചനയില്ല. പക്ഷേ പരാജയത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. സമീർ സി മുഹമ്മദ് വാർത്തകൾ ചേരുന്നു. സമീർ, കെ മുരളീധരന്റെ നാവിന്റെ ഈ പരിഹാസ മൂർച്ച ഇത്തരത്തിൽ കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം എന്ന നിലയ്ക്കാണോ കാണേണ്ടത്, അതോ അത് കോൺഗ്രസിനുള്ളിൽ തുടർ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നാണോ സമീർ? ഹാഷ്മി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് കെ മുരളീധരൻ നേരിട്ടത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം വിവിധ തലങ്ങളിൽ പ്രതികരിക്കുന്നുമുണ്ട്. നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു, വിമർശിക്കുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് DCC ഓഫീസിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു, പക്ഷേ ഇക്കാലത്ത് അങ്ങനെ ഒന്നും കാണുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം വരേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പേരെടുത്ത് സുധാകരനെയോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയോ ഒന്നും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും അവരെയൊക്കെ ഉന്നമിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യം കൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതികരണം വന്നത് കോഴിക്കോട് DCC പ്രസിഡന്റേതാണ്. നെട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശ്ശൂരിലേക്ക് തന്നെ കയറ്റി അയച്ചത് നേതാക്കളാണ്. അതിന്റെ നേതൃത്വ പദവിയിൽ അതിന് മുന്നിൽ നിന്നത് കോഴിക്കോട് DCC പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആണ് എന്ന് പ്രവീൺകുമാറിനെ വേദിയിൽ ഇരുത്തി തന്നെയാണ് മുരളീധരൻ ഇത് പറഞ്ഞത്. ആ വിഷയത്തോടെ ഇപ്പോൾ പ്രവീൺകുമാറും പ്രതികരിച്ചിരിക്കുന്നു. താൻ ഇത്തരത്തിൽ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവിടെ എല്ലാവരും എടുത്ത ഒരു തീരുമാനമാണ് മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുക എന്നുള്ളതും അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു എന്നതല്ലാതെ ഒരു വിധത്തിലുമുള്ള ഗൂഢാലോചനയും തന്റെ ഭാഗത്തുനിന്നോ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും മുരളീധരൻ തുടർച്ചയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തും പുറത്തും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരുപോലെ ചർച്ചയാകുന്നുമുണ്ട്. ഹാഷ്മി. ഓക്കെ, സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പരിഭവം, അത് വിമർശനം, പരിഹാസമൊക്കെ തുടരുകയാണ്. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നതിനായി ഡ്രഡ്ജർ കാർവാറിലെത്തിച്ചു. ഡ്രഡ്ജറുമായി നാവികസേന ഇന്ന് ഷിരൂരിലേക്ക് തിരിക്കും. കാർവാറിൽ നടന്ന അവലോകന യോഗത്തിൽ നാവികസേന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വച്ചിരുന്നു. അരുൺ, നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പലതായി, അത് മാസങ്ങളാകുന്നു. ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ വെള്ളത്തിനടിയിലെ അവസ്ഥ എന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടിയും ഡ്രഡ്ജർ ഇറക്കാൻ പറ്റിയ കാലാവസ്ഥ ഇപ്പോൾ ഓക്കെയാണോ അരുൺ? ആഷ്മി, എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ്. ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് കാലാവസ്ഥ നിലവിൽ പ്രതികൂലമല്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കാർവാർ തുറമുഖത്താണ്, കാർവാർ പോർട്ടിലാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ ആ ഡ്രഡ്ജർ കാണാം. ഇപ്പോൾ നിലവിൽ ഈ കരയോട് അടുപ്പിച്ചിട്ടാണുള്ളത്, പോർട്ടിലാണ് നിലവിൽ ഇപ്പോൾ അതുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ആ ഷിരൂരിലേക്ക് ഇത് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആ ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മേൽനോട്ടം നാവികസേനയായിരിക്കും വഹിക്കുക എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഈ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനിയുള്ള നടപടിക്രമം, ഇനിയുള്ള പരിശോധന എന്നുള്ളത് 2 പാലങ്ങൾ കടന്ന് വേണം ഇത് ഗംഗാവലി, അതായത് ഷിരൂരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അഴിമുഖം കടന്ന് 2 പാലങ്ങൾ കടന്ന് വേണം ഗംഗാവലി പുഴ, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ 2 പാലങ്ങളും വേലിയിറക്ക സമയത്ത് മാത്രമേ അത് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് പറയുന്നത്. അപ്പോൾ ആ വേലിയിറക്ക സമയത്ത് ഈ പാലങ്ങൾ കടന്നു പോകും. അതിനുശേഷം ഈ വാട്ടർ ലോ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വേലിയേറ്റ സമയത്ത് കടന്നു പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൂടെ വേലിയേറ്റ സമയത്തായിരിക്കും കടന്നു പോകുക. അങ്ങനെ കൂടുതൽ വളരെ ജാഗ്രതയോടെ വളരെ പതിയായിരിക്കും ഇത് ഷിരൂരിലേക്ക് കൊണ്ടുപോകുക. കടൽ മാർഗം കൊണ്ടുവന്നത് അതിനേക്കാൾ പതിയായിരിക്കും ഇത് ഷിരൂരിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒരു 6 മണിക്കൂർ മുതൽ ഒരു 9 മണിക്കൂർ വരെയൊക്കെ എടുക്കും എന്നതാണ് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത് പോർട്ടിലുണ്ട്. ഇന്ന് തന്നെ ഷിരൂരിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും തെരച്ചിൽ നാളെ പുനരാരംഭിക്കുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നാളെ തന്നെ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടത്. ഇനി വൈകാൻ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷവും ഇനി വൈകുന്നതിന് വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. പുഴയിൽ അടിയൊഴുക്ക് 3 നോട്ട്സിൽ കുറവാണ്. നാവികസേന ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അടിയൊഴുക്ക് പരിശോധിക്കുകയും ചെയ്യും.
അരുൺ പൂപ്പറമ്പയാണ് കാർവാർ തുറമുഖത്ത് നിന്ന് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ കണ്ടത് ഈ പറഞ്ഞ ഡ്രഡ്ജറിൻ്റെയാണ്. അത് വലിയ പ്രതീക്ഷ എന്തായാലും നൽകുന്നുണ്ട്, ദിവസങ്ങളും മാസങ്ങളൊക്കെ ഇത്രയായെങ്കിലും. ആറന്മുള ഉത്രട്ടാതി വള്ളങ്ങളുടെ ഭാഗമായുള്ള ജലഘോഷയാത്ര അല്പസമയത്തിനകം തുടങ്ങും. AB വിഭാഗങ്ങളായ 50 പള്ളിയോടങ്ങൾ ഇത്തവണ മത്സരം വള്ളംകളിക്ക് മാറ്റുരയ്ക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ജലപൂരത്തിന് 50എങ്കിൽ ജലഘോഷയാത്രയ്ക്ക് 50-ലധികം പള്ളിയോടങ്ങളുണ്ട്. എത്രത്തോളം വർണ്ണാഭമായ ഒരു കാഴ്ചയ്ക്കാണ് അല്പസമയത്തിനകം അജീഷ് ഇവിടെ എത്രത്തോളം വർണ്ണാഭമായ ഒരു കാഴ്ചയ്ക്കാണ് അവിടെ എന്താണ് ആ ജലപ്പരപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? അശ്മി, നമ്മളിവിടെ രാവിലെ വരുന്ന നമ്മളിവിടെ രാവിലെ വന്ന സമയത്തെന്ന് പറയുമ്പോൾ ഈ പമ്പയുടെ ഇരു കരകളിലും ആളുകൂട്ടമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ പള്ളിയോടങ്ങളൊക്കെ തന്നെ ആളൊഴിഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉച്ചയോടെ നടക്കുന്ന സമയത്ത് ജലഘോഷയാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പമ്പയുടെ ഇരു കരകളിലും മനുഷ്യാരവമാണ്. പൂർണ്ണമായിട്ടും മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ സത്രക്കടവിലാണ് നിൽക്കുന്നത്. ഈ സത്രക്കടവിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് പോലെ 50 പള്ളിയോടങ്ങൾ നിരന്നു നിൽക്കുകയാണ്. 51 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ 51 പള്ളിയോടങ്ങൾ ഇതിന് തൊട്ട് മുൻപായി ജലഘോഷയാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി തിരുവോണത്തോണി ഈ സത്രക്കടവിൽ നിന്ന് പുറപ്പെട്ട് തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലേക്ക് പോകും. അതിനുശേഷം ഈ ഓരോ ദേശക്കാരുടെ കരക്കാരുടെ പള്ളിയോടങ്ങളും അതുവഴി പിന്നാലെ പോയി ഇതിന്റെ പരപ്പുഴക്കടവിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. പരപ്പുഴക്കടവിൽ നിന്ന് പിന്നീട് ഒരുമിച്ചാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത്. നമ്മൾ ചരിത്രത്തിൽ ലോകത്തിൽ തന്നെ ഇതുപോലൊരു മനോഹരമായ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും ശ്രീജിത്ത് കൂടെയുണ്ട്. ശ്രീജിത്തിനായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ അറിവുള്ളത്. ശ്രീജിത്തെ, ഇപ്പൊ പുത്തൻ പള്ളിയോടങ്ങളുണ്ട്, പഴയ ചരിത്രം അല്ലെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയോടങ്ങൾ വരെയുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ചടങ്ങുകളാണ് ഇനി ബാക്കിയുള്ള? ആചാര പെരുമയുടെ ഒരു ജല ഉത്സവം തന്നെയാണ് ആറന്മുള ഉത്രട്ടാതി വെള്ളം, അല്ലേ? തീർച്ചയായും ആചാരപ്പെരുമ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ വള്ളങ്ങൾ ആദ്യം 6-7 കരകൾ മാത്രമായി ഉണ്ടായിരുന്നത് പിന്നീട് വിവിധ കരകളായി മാറി. അതിനുശേഷം അത് ഒരു ജലോത്സവമായി, പിന്നീട് അത് വള്ളംകളിയായി മാറി. അതിന് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. മാരാമണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതൊരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ കൃത്യമായ അടിത്തറയൊക്കെ ഉള്ള ഒരു മേഖലയിൽ നിന്നാണ് ആ പ്രദേശം വരുന്നത്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് മേഖലയാണ്. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒരു ചരിത്രം ഇതിന് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ചടങ്ങുകൾ അല്പസമയം, നമ്മളിപ്പോൾ ആറന്മുളയിൽ മറ്റ് ജലോത്സവങ്ങൾ പോലെയല്ല, ആറന്മുളയിൽ കുറച്ചുകൂടി വൈകാരികമായ കാര്യങ്ങളാണ്. അവർ ആ ഒരു ആചാര പെരുമയൊക്കെ കൃത്യമായ രീതിയിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവർ അതിനനുസരിച്ച് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചേരണം എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പള്ളിയോടങ്ങൾ ഭൂരിപക്ഷവും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പക്ഷേ പള്ളിയോടങ്ങൾ പൂർണ്ണമായി എത്തിച്ചേർന്നാൽ മാത്രമേ ജലഘോഷയാത്ര ആരംഭിക്കുള്ളൂ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 52 കരകൾ, ഈ 52 വല്ലപ്പുഴശ്ശേരിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കരകളൊക്കെ അടങ്ങിയ 52 കരകൾ പൂർണ്ണം. ഇതപ്പോൾ മേലുവരയുടെ പേര് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേലുവര ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ മേലുവര ഇവിടെ എത്തിയാൽ മാത്രമേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കൂടി ഇതിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആ അനൗൺസ്മെന്റ് നടക്കുന്നത്. അങ്ങനെ ഓരോ പള്ളിയോടങ്ങളുടെയും പേര് പറഞ്ഞ് സംഘാടകർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇതിന്റെ കമ്മിറ്റി, ലൈസൻസ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കൃഷ്ണകുമാർ അടക്കം വീണ്ടും ഓരോ സ്ഥലങ്ങളിൽ പോയി പള്ളിയോടങ്ങളെ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയൊക്കെ കാണാം. കാരണം ഈ ജലഘോഷയാത്രയിൽ 52 പള്ളിയോടങ്ങളും പങ്കെടുക്കണം. അത് ആറന്മുളയുടെ ഒരു ആവശ്യം കൂടിയാണ്. ഈ കരകളുടെ മുഴുവൻ ഒരു സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു വിശ്വാസമാണ്. വഞ്ചിപ്പാട്ടൊക്കെ പാടി തുഴഞ്ഞ് പോകുന്നത്. പക്ഷേ മത്സര വള്ളംകളി അങ്ങനെയല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജീഷിനറിയാം, ഒരിക്കലും പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ആലപ്പുഴയാണ് വള്ളംകളിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ആ മേഖലയിൽ നിന്നുള്ള ആരെയും തന്നെ കൊണ്ടുവന്ന് വെളിയിറക്കി കഴിഞ്ഞാൽ പിന്നെ ബാൻഡാണ്. വെളിയിറക്കിയ പണി പാളും. അങ്ങനെ പണി പാളിയ ആളുകൾ ഇത്തവണ പുറത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അതിന് മുൻപത്തെ തവണയൊക്കെ വിന്നേഴ്സ് ആയിരുന്ന ആളുകളൊക്കെ തന്നെ ഇത്തവണ പുറത്തിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒരു വർഷത്തെ വിലക്കാണ്. പക്ഷേ ഇത്തവണയും നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് സംഘാടകർ പറഞ്ഞത് കൃത്യമായ രീതിയിൽ ആളുകളുണ്ട് എന്നാണ്. എന്തായാലും നല്ല രീതിയിൽ നടക്കും. ജഡ്ജസൊക്കെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. ആദ്യം ജലഘോഷയാത്ര, അല്പസമയത്തിനകം അത് ആരംഭിക്കും. അതിനുശേഷം മത്സരം. അപ്പൊ ഇതാ പൊതുസമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലുണ്ട്, കേന്ദ്ര സഹമന്ത്രി വരുന്നുണ്ട്, അതേപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇവർ 3 മന്ത്രിമാരും കൂടി ചേർന്നാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ജലഘോഷയാത്ര തുടങ്ങുന്നത്, ജലപൂരം തുടങ്ങുക. ഹാഷ്മി. ഓക്കെ, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജലഘോഷയാത്ര അല്പസമയത്തിനും തുടങ്ങാൻ പോകുന്നു. ഏറ്റവും ഗംഭീരമാണ്, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണത്. ഒരു തികച്ചും വർണ്ണാഭമായ കാഴ്ച എന്ന് തന്നെ പറയാം. ഇവിടെ അസ്മാബി ചോദിക്കുന്നു, ആഷ്മിയുടെ നാട്ടിലല്ലേ വള്ളംകളി നടക്കുന്നത്, കാണാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ? എൻ്റെ നേരിട്ട് നാട്ടിലല്ലെങ്കിൽ കൂടിയും സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ജോലി തിരക്ക് എറണാകുളം, കൊച്ചി എന്നൊക്കെ കുറേ നാളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. വേറൊരു പ്രേക്ഷക സനിത പറയുന്നു, ആർക്കു വേണ്ടിയാണ് ഈ തിരച്ചിൽ നാടകം? പലപ്പോഴും ഇങ്ങനെ കാണിച്ചു പോവുക ഒരു തീരുമാനമാവുകയുമില്ല. പാവം അർജുൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അർജുൻ എന്തുണ്ടായി, എന്താണ് സംഭവിച്ചത് എന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടേണ്ടത് അറ്റ്ലീസ്റ്റ് ആ വീട്ടുകാരുടെയെങ്കിലും അവരുടെ അവകാശമാണ്.
അതിൽ ഈ ഡ്രഡ്ജറിൽ ഒരു പരിഹാരമുണ്ടാകും, ഈ ഡ്രഡ്ജർ പരിശോധനയിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം അല്ലേ? മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ കണക്ക് വിവാദം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. വർഷങ്ങളായുള്ള രീതി പിന്തുടർന്നാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയതെന്ന് മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളത്തിന് ദോഷകരമാകുമെന്നും യോഗത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, അതുകൊണ്ട് റവന്യൂ മന്ത്രി SDMA ഉദ്യോഗസ്ഥരുമായി ചേർന്നിരുന്നൊരു വാർത്താ സമ്മേളനം, ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ചേരും എന്നൊരു തീരുമാനം ഇതിനുശേഷം പ്രതീക്ഷിക്കാമോ? ഹാഷ്മി, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയായത്. എസ്റ്റിമേറ്റ് കണക്കുകൾ, അത് ചെലവ് കണക്കായി അവതരിപ്പിച്ചതിൽ അജണ്ടയുണ്ട് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ അത് പല മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായി. റവന്യൂ മന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ഈ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. വാർത്തകൾ കേരളത്തിന് ദോഷകരമാകുമെന്ന് പല മന്ത്രിമാരും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. അതേസമയം വർഷങ്ങളായുള്ള രീതി പിന്തുടർന്നാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയതെന്നും അതിൽ ഏതെങ്കിലും തരത്തിൽ രഹസ്യാത്മകത അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചില്ല. പക്ഷേ ഇത് കൈകാര്യം ചെയ്ത മാധ്യമ രീതി, അതിനെതിരെ വിമർശനം അത് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. മാധ്യമ വാർത്തകൾ പൂർണ്ണമായും എതിരായാണ് വന്നതെന്നും ഇത് കേന്ദ്ര സഹായത്തിനെ അടക്കം ബാധിക്കുമെന്നുള്ള ആശങ്കയും അതും മന്ത്രിമാർ പങ്കുവച്ചു. ഗൗരവത്തിൽ ഈ വിഷയം എടുക്കണമെന്നുള്ള ആ ഒരു ശ്രദ്ധ ചെലുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി. ഹാഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സഹായത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു വാർത്തകളും ഒന്നും ബാധിച്ചുകൂടാ. അതിനോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജന് SDMA ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ആ ഉദ്യോഗസ്ഥരെ കൂടിയിരുന്ന് വിശദമായൊരു വാർത്താ സമ്മേളനം വിളിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടി ഇപ്പോൾ സാങ്കേതികത, SDRF നോംസ് എന്ന സാങ്കേതികത പറയാതെ എന്താണ് ഈ പറഞ്ഞ 75,000 പെർ ഹെഡ് എന്നൊക്കെയുള്ള കണക്കുകൾ എന്താണ് എന്നൊരിക്കൽ കൂടി കൃത്യമായ വിശദീകരണം കൊടുത്താൽ അതിൽ ക്ലാരിറ്റി ഉണ്ടാകും, നന്നാകും എന്നുകൂടി പറയുന്നു. ചലച്ചിത്ര മേഖലയിലെ പുതിയ സംഘടനാ രൂപീകരണ നീക്കം പ്രതിസന്ധിയിൽ. ഫെഫ്കയ്ക്ക് ബദലായുള്ള പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണ പ്രതിസന്ധിയിൽ. പുതിയ സംഘടനയുടെ ഭാഗമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രനും വ്യക്തമാക്കിയതോടെയാണിത്. എന്നാൽ ആശയക്കുഴപ്പമില്ലെന്നും നടന്നത് പ്രാഥമിക ചർച്ചകൾ മാത്രമെന്നുമാണ് സംവിധായകൻ ആഷിഖ് അബുവിന്റെ പ്രതികരണം. പുതിയ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സിന്റെ ചർച്ചകൾ ആരംഭിച്ചത്. സിനിമാ പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തും അയച്ചിരുന്നു. സംവിധായക അഞ്ജലി മേനോൻ, നടി റിമ കല്ലിങ്കൽ, ആഷിഖ് അബു, ലിജോ ജോസ് പെല്ലിശ്ശേരി, നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രൻ ഉൾപ്പെടെ 6 പേരുടെ പേരിലായിരുന്നു കത്ത്. എന്നാൽ പുതിയ സംഘടനയുടെ ഭാഗമല്ലെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരിയും ബിനീഷ് ചന്ദ്രനും വ്യക്തമാക്കി. ഇതോടെയാണ് രൂപീകരണത്തിലെ പ്രതിസന്ധി. പുതിയ കൂട്ടായ്മയെ സ്വാഗതം ചെയ്ത ലിജോ ജോസ് പെല്ലിശ്ശേരി സംഘടനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഔദ്യോഗികമായി അറിയിക്കുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. സംഘടനാ രൂപീകരണത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് ആഷിഖ് അബു 24-നോട് പ്രതികരിച്ചു. പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടന്നത്. ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്നും ആഷിഖ് അബു. അതേസമയം താരസംഘടന അമ്മ പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ സംഘടനയുടെ പേരിൽ വ്യാജ വാർത്തയും പ്രചരിച്ചു. നാളെ അഡ്ഹോക് കമ്മിറ്റി ചേരാൻ മോഹൻലാൽ നിർദ്ദേശം നൽകിയെന്നായിരുന്നു വാർത്ത. ഉടൻ യോഗം ചേരില്ലെന്നാണ് അഡ്ഹോക് കമ്മിറ്റി പ്രതിനിധികൾ വ്യക്തമാക്കിയത്. 24 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ തീരുമാനമെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുകയാണ്. 2 ആഴ്ചയ്ക്കകം നടപടി പൂർത്തിയാക്കി സർക്കാരിനും ഹൈക്കോടതിക്കും റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് മേധാവിയാകും തുടർ നടപടികളിൽ തീരുമാനമെടുക്കുക. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ലഭിച്ച സാക്ഷിമൊഴികളിൽ സ്വമേധയാ കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. എല്ലാ മൊഴികളിലും കേസെടുക്കാൻ കഴിയില്ലെങ്കിലും പോക്സോ കുറ്റകൃത്യങ്ങളിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ തീരുമാനമെടുത്തേക്കും. കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമസാധ്യതകളെക്കുറിച്ച് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്കും റിപ്പോർട്ട് സമർപ്പിക്കും. കമ്മിറ്റി മുൻപാകെ മൊഴികൾ നൽകിയ സാക്ഷികളുടെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഇരകൾക്കൊപ്പമല്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല, അവർ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കി സർക്കാരിനും ഹൈക്കോടതിക്കും റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്നതാകും റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പരസ്യപ്പെടുത്തുന്നത് മൃഗീയമായ കുറ്റമെന്ന് കേരള ഫെമിനിസ്റ്റ് ഫോറം. മൊഴി നൽകിയ സ്ത്രീകൾക്ക് സർക്കാർ സുരക്ഷ നൽകണമെന്നും കേരള ഫെമിനിസ്റ്റ് ഫോറം അംഗം കെ അജിത പറഞ്ഞു. മൊഴി പരസ്യപ്പെടുത്തുന്നത് മാധ്യമരംഗത്തെ ദുഷ്പ്രവണത തിരുത്തിയില്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുമെന്നും കെ അജിത വ്യക്തമാക്കി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിത്തറയായിട്ടുള്ള ഈ പ്രസ്താവനകളെ
പ്രസ്താവനകൾ പറഞ്ഞ പെൺകുട്ടികളെ ഹറാസ് ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം മൃഗീയമായ അല്ലെങ്കിൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുറ്റമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് സർക്കാർ എല്ലാവിധ പ്രൊട്ടക്ഷനും അവർക്ക് നൽകണം. അവർക്ക് അവരുടെ സ്വന്തം അവരിപ്പോഴേതായാലും പലതരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിതം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കണം. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് DGPയുടെ ശുപാർശയിൽ 6 നാൾ കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി. SP-മാർക്കും കമ്മീഷണർക്കും എതിരെ അന്വേഷണം വേണമെന്ന ശുപാർശയിലും സർക്കാർ മുഖം തിരിച്ചു നിൽപ്പാണ്. ADGPക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ആഴ്ചയാണ് ശുപാർശ നൽകിയത്. എന്നാൽ 6 ദിവസമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടില്ല. ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. അത് ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടിട്ടുള്ളത്. അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അന്വേഷണം നടത്താൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. 3 IPS ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള DGPയുടെ ശുപാർശയിലും സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. DGPയോട് ആലോചിക്കാതെ ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ കൊല്ലം റൂറൽ SP KM സാബു, മാമി കേസിൽ ADGP MR അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ മലപ്പുറം SP ആയിരുന്ന S ശശിധരൻ, കോഴിക്കോട് കമ്മീഷണർ T നാരായണനുമെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു DGPയുടെ ശുപാർശ. 24 തിരുവനന്തപുരം. 24 കണക്റ്റിന്റെയും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത ഭവന പദ്ധതിയിലൂടെ കൊല്ലത്ത് നിർധന കുടുംബത്തിന് തണലൊരുങ്ങുന്നു. ഫ്ലവേഴ്സ് ഭവന പദ്ധതിയിലൂടെ കൊല്ലത്ത് നിർമ്മിക്കുന്ന ആദ്യ ഭവനത്തിന്റെ തറക്കല്ലിടൽ വവ്വാക്കാവിൽ നടന്നു. കൊല്ലം കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ താരയ്ക്കും കുടുംബത്തിനുമാണ് തലചായ്ക്കാൻ സുരക്ഷിത ഇടമൊരുങ്ങുന്നത്. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റുമായി ചേർന്ന ആദ്യഘട്ടത്തിൽ 100 ഭവനങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി. ഫ്ലവേഴ്സ് ഭവന പദ്ധതിയിലൂടെ കൊല്ലത്ത് നിർമ്മിക്കുന്ന ആദ്യ ഭവനമാണിത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പുതിയ വീടിന് തറക്കല്ലിട്ടു. 24ഉം ചിറ്റിലപ്പള്ളിയും ചേർന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ഈ വീടിന് ഈ പഞ്ചായത്ത് പോലും തരാതെ ഈ വീട് തന്നതിന് നന്ദി. എന്റെ സ്വപ്നമായ ഈ വീട് സാധിച്ചു തന്നതിന് നന്ദി. വർഷങ്ങളായി വാടക വീട്ടിലാണ് 2 പെൺകുട്ടികളുമായി താരയുടെ താമസം. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24നും നന്ദിയെന്ന വാർഡ് മെമ്പർ. 24ഉം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൂടെ സംയുക്തമായി നടത്തുന്ന ഈ ഒരു പദ്ധതി വൻ വിജയമാവട്ടെ. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതർക്ക് 200 കുടുംബങ്ങൾക്കാണ് ഇതുപോലുള്ള സഹായം കൊടുക്കുന്നത്. പണി പൂർത്തിയാക്കി പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് താരയും മക്കളും. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർമാരായ സന്തോഷ് ശിവദാസ്, മനോജ് മാവേലിക്കര, പഞ്ചായത്ത് സെക്രട്ടറി സിനിമോൾ, 24 കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊല്ലം. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ഒരു വാർത്ത വരുന്നത്, അവിടെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തുടങ്ങുമ്പോൾ തുഴച്ചിലുകാരന്റെ കയ്യിലിരുന്ന പടക്കം പൊട്ടിയൊരാൾക്ക് പരിക്കുണ്ട്. പുതിയകാവ് പള്ളിയോടത്തിലെ തുഴച്ചിലുകാരൻ ശിവകുമാറാണ് പരിക്കേറ്റത്. നീറ്റിറക്കിയ സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോഴായിരുന്നു പരിക്ക്. കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കാം. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ള ആളുടെ ആരോഗ്യനില തൃപ്തികരം. എടവണ്ണ ഒത്തായി സ്വദേശിയാണ് ഐസൊലേഷനിൽ ചികിത്സയിലുള്ളത്. എംപോക്സ് പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയിലുള്ള കൂടുതൽ പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു. കോഴിക്കോട് വൈറോളജി ലാബിലാണ് എംപോക്സ് രോഗലക്ഷണങ്ങളുള്ള ഒതായി സ്വദേശിയുടെ സ്രവ പരിശോധന നടത്തുന്നത്. ഫലം ഇന്ന് ലഭിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ മുറിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇദ്ദേഹത്തിന്റെ വീടും പ്രദേശവും ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണത്തിലായി. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് എംപോക്സിനെതിരെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. നിപ്പയിൽ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ വ്യാപനം കൂടുതലായി നടന്നിട്ടില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. എങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ തീവ്ര രോഗലക്ഷണം കാണിക്കേണ്ട ദിവസങ്ങളാണ് ഇപ്പോഴുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ 6 പേർ ചികിത്സയിലുണ്ട്. പ്രതിരോധ മരുന്ന് നൽകുന്നതിനായി ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയിലുള്ള 21 പേർ MES ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ഇവരുടെ സാമ്പിളുകൾ ഘട്ടങ്ങളായി സ്വീകരിച്ച് പരിശോധന നടത്തും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തുന്ന ഫീവർ സർവേ ഇന്ന് അവസാനിക്കും. 24 മലപ്പുറം.
മോഹൻചന്ദ് ചോദിക്കുകയാണ്, ഹയാഷ് ഗുഡ് ആഫ്റ്റർനൂൺ. മോഡി വയനാട് പര്യടനം കഴിഞ്ഞ് പോയതിനു ശേഷം വയനാടിന് ഇതുവരെ ഒരു ധനസഹായം അനൗൺസ് ചെയ്തിട്ടില്ല. വയനാടിൻ്റെ പേരിൽ ഇതുവരെയും ഒരു അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുണ്ടാവട്ടെ, എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. കോഴിക്കോട് താമരശ്ശേരിയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പുതുപ്പാടി അടിവാരം സ്വദേശികളായ ഭർത്താവും പൂജാരിയുമാണ് പിടിയിലായത്. ഏറെ നാളായുള്ള കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഭർത്താവ് കണ്ടെത്തിയ മാർഗമാണ് പൂജ. നഗ്നപൂജ നടത്തണമെന്ന് പൂജാരി പറഞ്ഞതോടെ ഭർത്താവ് സമ്മതിച്ചു. ഇതിനായി ഭാര്യയെ നിർബന്ധിക്കുകയായിരുന്നു. അനുസരിക്കാതെ വന്നതോടെ ഭർത്താവ് യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സഹിക്കാൻ വയ്യാതെ വന്നതോടെ യുവതി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ഭർത്താവും പുതുപ്പാടി അടിവാരം സ്വദേശിയായ പൂജാരി PK പ്രകാശനുമാണ് അറസ്റ്റിലായത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.